ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്ന് വർഗീയതയാണ്. എന്താണ് ഒരു യുവജന നേതാവെന്ന നിലയിൽ അബിൻ വർക്കിയുടെ ഈ കാര്യത്തിൽ നിലപാട്, സ്റ്റാൻഡ്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അനാവശ്യമായ മുസ്ലിം ക്രിസ്ത്യൻ റിഫ്റ്റാണ്. അത് വളരെ പർപ്പസ്ഫുള്ളായി RSS നടത്തി വന്ന ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണ്. അവർ 2015 മുതൽ കേരളത്തിലെ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിനറിഞ്ഞോ അറിയാതെയോ കുറെ ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ വശമതരായി എന്നുള്ളതും വസ്തുതയാണ്. ഈ ഹോളോകോസ്റ്റിനെ പറ്റി സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഥയുണ്ട്. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടക്കുരുതിയിലേക്ക് പോകാൻ നേരത്ത് ഈ ബസിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടിയ കഥയുണ്ട്. ഹോളോകോസ്റ്റിലേക്കാണ് പോകുന്നത്, ഇവരെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അപ്പോഴും ഈ കൊല്ലാൻ കൊണ്ടുപോകുന്ന ബസിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടുകയാണ്. ആ അടികൂടുന്നത് പോലെയാണ് നാട്ടിലെ ക്രിസ്ത്യാനിയും മുസ്ലിമും അടികൂടുന്നത്. കാരണം ഇവരെ രണ്ടുപേരെയും ചേർത്ത് ഹോളോകോസ്റ്റിലേക്ക് കൊണ്ടുപോകാനാണ് RSSന്റെ രാഷ്ട്രീയ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ബസിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടേണ്ട ഒരു സാഹചര്യവും കേരളത്തിലില്ല. മിടുക്കനാണ് ആൺകുട്ടി.